ചെയ്യുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്ന കർത്താവേ, അത് ഞങ്ങൾ ലോകപ്രകാരം ഒരു സന്തോഷത്തിനല്ല. ഞങ്ങൾ ഒന്നിച്ച് കർത്താവ് അല്പസമയം ചെലവിടുവാനും ഞങ്ങൾക്ക് ഒന്നിച്ച് കർത്താവെ ഞങ്ങൾ കാര്യങ്ങൾ ഷെയർ ചെയ്യുവാനും അല്ലെങ്കിൽ എല്ലാം ഞങ്ങൾ കർത്താവെ സന്തോഷത്തോടും സമാധാനത്തോടും അല്പസമയം ആയിരിക്കാൻ ദൈവം കൃപ തരേണ്ടതിനായി ഞങ്ങൾ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ യാത്ര ഞങ്ങൾ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. മോശ പറഞ്ഞ തിരുസാന്നിധ്യം ഞങ്ങളോട് പുറപ്പെട്ടില്ലെങ്കിൽ ദൈവമേ ഞങ്ങളെ അയക്കല്ലേ എന്ന് പറഞ്ഞു കർത്താവ് മോശ പറഞ്ഞെങ്കിൽ ഞങ്ങൾക്ക് അത് മാത്രമേ പറയാനുള്ളൂ. തിരുസാന്നിധ്യം ഞങ്ങളോട് പുറപ്പെടണമേ. ഞങ്ങളുടെ സാന്നിധ്യം ഞങ്ങളോട് ഉള്ളതിനായി ഒരു പ്രായം കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അതാ ഒന്നാമത്തെ കാര്യം. മാമയ്ക്ക് ദോശയായിരുന്നു ഇഷ്ടം. ചോദിച്ചിട്ട് വീഡിയോ എടുക്കുക അല്ല, That's a combo. This in Bangalore you get it. you like idiom? Oh yeah. I crave for coming. എന്താ ഓർഡർ ചെയ്തേ? ഓരോരുത്തർ അവർക്ക് ഇഷ്ടമുള്ളൂ. എന്താ ഇഷ്ടമായിട്ട്? എന്താ പൊറോട്ട? എന്താ ഞാൻ അപ്പവും മുട്ടക്കറി. അപ്പം മുട്ട കറി. നിങ്ങളെന്താ ഓർഡർ ചെയ്തേ? വെജിറ്റബിൾ മോളോ? ആരും പൊറോട്ട ആയിരുന്നു. പൊറോട്ട ഇപ്പം വലിയ ഡിമാൻഡ്. Hi Joy Mone, how are you? Yes, phenomenal auntie. Can you introduce yourself, Mone, about your siblings, family, and what do you do? I am the youngest of the Sheila George's youngest son, Joel George, and I have two elder brothers, but they are in Houston right now. Dad's in Bangalore, mom's in Kerala in Velmani. Yeah, close to around 2 kilometers from Vetia. Yeah. ഞാനിത് പോസ്റ്റ് ചെയ്യും. അതായത് നമ്മുടെ ചാനലിനകത്ത് ഞാൻ യൂട്യൂബിനകത്ത് കയറ്റുമല്ലോ, കാരണം എല്ലാ വർഷം കാണുമല്ലോ യൂട്യൂബിനകത്ത്. മോളെ ഇഷ്ടമാണോ ഇങ്ങനെ പിക്നിക്കിനൊക്കെ വരുന്നത്? മോൾക്ക് എല്ലാ ഫാമിലി എല്ലാവരെയും മനസ്സിലായി. ഇപ്പോൾ കുറേ പേര് എല്ലാ പ്രാവശ്യം മോള് വരും അല്ലേ? അതുകൊണ്ട് മിക്കവാറും എല്ലാവരെയും അറിയാം അല്ലേ? ആൻറ്റി ഇഷ്ടമാണോ? പേരെന്തുവാ? പേരോ? റെജി ജോർജ്. എന്താ ഈ പിക്നിക് ഒക്കെ ഇഷ്ടപ്പെട്ടോ? ഈ പിക്നിക് ഒക്കെ ഇഷ്ടപ്പെട്ടോ? പിന്നെ ഇത് നല്ലൊരു പിക്നിക് അല്ലേ, ഇതൊരു ഗെറ്റ് ടുഗദറാണ്. അപ്പോൾ നമ്മളെല്ലാവരും കാണുക, സംസാരിക്കുക, ഇങ്ങനെ അടിച്ചു പൊളിച്ച് പോവുക. നമ്മളെന്ത് പോയ സന്തോഷം. കഴിഞ്ഞ പ്രാവശ്യത്തേക്ക് കഴിഞ്ഞ പ്രാവശ്യത്തിന് അത്ര ആളില്ല എന്നുള്ള പോലെ പല അസുഖമായിട്ട് പോയി കുറേ പേര്, കുറേ പേർക്ക് വരാൻ ഒക്കാതെ വന്നു. അങ്ങനെയൊക്കെയുള്ള പോരായ്മകളുണ്ട്. നമ്മളത് പരിഹരിക്കും അടുത്ത പ്രാവശ്യം. ഫാമിലി വൈഫ് 2 മക്കളും. വൈഫിന്റെ പേര് ജിജി. മക്കള് സോണി, ജെനി സോണി. അവർ 2 പേര് UAE-ലാണ്. കല്യാണമൊക്കെ കഴിഞ്ഞു? ഇല്ല, കല്യാണം കഴിഞ്ഞ് 2 മൂത്തൊക്കെ 2 മക്കളെ ഇളയൊക്കെ വരെ ഒരു മോള്. അത്രേ ഉള്ളു. എത്ര വയസ്സുണ്ട്? എനിക്കോ? വയസ്സ് പറയരുതാ. വയസ്സ് പറയത്തില്ല, കല്യാണം മാറിപ്പോ. ഇഷ്ടപ്പെട്ടോ? ഫുഡൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? അറിയാനല്ലല്ലോ, ഒരു സന്തോഷമായി കൂട്ടായ്മ. എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അതെ, അവർക്ക് വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇനി റേച്ച ഇവളോട് ക്വസ്റ്റ്യൻ ചോദിച്ചെന്തോ? റേച്ചാണല്ലേ ഇവളോട് ചോദിക്കുന്നത്. ഇവളോട് ചോദിക്കും, ഇവളെ ശരിയാക്കും. ഞാൻ പറയാം.
എന്തിനാ പഠിക്കുന്നത്? സയൻസ് എടുത്തിട്ട് എന്തിനാ പഠിക്കുന്നത്? ഭാവിയിൽ അല്ലെ? മദർ തെരേസയുടെ റിലേഷൻ പറ്റുമോ? മദർ തെരേസ ആരാന്നറിയോ? ഇപ്പൊ പുള്ളിക്കാരൻ എവിടെ ഉണ്ട്? ഫ്ലോറൻസ് നൈറ്റിംഗലിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഫ്ലോറൻസ് നൈറ്റിംഗലിനെ പറ്റി കേട്ടിട്ടുണ്ടോ? അതാരാ? അറിയിക്കുന്നു. ഇങ്ങനെ ഒരു ടൂർ പ്രോഗ്രാം അറേഞ്ച് ചെയ്തപ്പോൾ തൊട്ട് ഇങ്ങനെ എന്നെ എൻകറേജ് ചെയ്യുകയും എൻ്റെ കസിൻസ് റോയ്മോനും റജിയും ഒക്കെ എപ്പോഴും വിളിക്കാറുണ്ട്, ഈ കാര്യത്തെക്കുറിച്ച് റിമൈൻഡ് ചെയ്യിച്ചു. അങ്ങനെ എനിക്ക് അത്ര സുഖമില്ലെങ്കിലും എല്ലാവരോടും ഒപ്പം വരാൻ ദൈവം സഹായിച്ചു. എൻ്റെ കൊച്ചു മകനുണ്ട്, എൻ്റെ മകൻ്റെ രണ്ടാമത്തെ മകൻ. അവനും എല്ലാവരെയും ഒന്ന് കണ്ട് പരിചയിച്ചിട്ടെന്ന് വിചാരിച്ചാൽ ഇറങ്ങി തിരിച്ചതാണ്. അങ്ങനെ വീട്ടിൽ വന്ന് കൊച്ചുകൊച്ചമ്മയൊക്കെ കണ്ടു, എല്ലാവരെയും കണ്ടു. ഭയങ്കര സന്തോഷം, നല്ല സന്തോഷമായ അവസരം ദൈവം ഒരു പ്രാവശ്യം ഇവിടെ നൽകിയതിന് ഞാൻ വളരെ നന്ദി പറയുന്നു. പിന്നെ ശീലമുള്ളുണ്ട്, പിന്നെ നമ്മുടെ കസിൻസ് എല്ലാം ഉണ്ട്. ഞാൻ ഓരോരുത്തരുടെയും പേര് പറയുന്നില്ല, എല്ലാവരും ഉണ്ട്. വളരെ സന്തോഷം. ഞങ്ങളിങ്ങനെ വളരെ സന്തോഷിച്ചിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ഒരു സ്നേഹം അറിയിക്കുന്നു. ജോൺസനെയൊക്കെ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ പള്ളിപ്പണ്ടൊന്നും ആരുമില്ല, സന്തോഷം മാത്രമേ വന്നിട്ടുള്ളൂ. നമ്മുടെ ബർത്ത്ഡേ എന്നാ? ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇത് എൻ്റെ സഹോദരി സഹോദരങ്ങളോടൊപ്പമുള്ള രണ്ടാമത്തെ യാത്രയാണ്. ആദ്യത്തെ യാത്ര നമ്മൾ ഹൗസ് ബോട്ടിംഗ് ആയിരുന്നു. അന്ന് റിയലി ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു. ഇന്നും അതുപോലെ തന്നെ വരാൻ കഴിയും എന്ന് ഞാൻ ഉദ്ദേശിച്ചതല്ല, എന്നാൽ ദൈവം എനിക്ക് തന്ന ഒരു അവസരമാണ്. ഞാൻ ദൈവത്തിന് ഓടാനുകൂടി സ്തോത്രം ചെയ്തു. അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മുടെ ട്രിപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തു. വളരെ താമസിച്ചാണ് നമ്മുടെ പ്രാർത്ഥനയൊക്കെ തുടങ്ങിയത്. തുടക്കത്തിലേ ഒന്ന് മറന്നുപോയി. കാരണം നമ്മുടെ മെയിൻ ആൾക്കാരായ കൊട്ടാരക്കരക്കാർ നമ്മുടെ കൂടെ ഇല്ലായിരുന്നു. ഈ നെടുങ്കണ്ടത്തിൽ ഫാമിലിയുടെ ഈ വർഷത്തെ ഈ പ്രോഗ്രാമിലും എനിക്കും പങ്കെടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഇതിന് മുമ്പ് നടന്ന എല്ലാ മീറ്റിങ്ങിലും എനിക്കും പങ്കെടുക്കാൻ ഇടയായി തീർന്നിട്ടുണ്ട് എന്നുള്ളത് സന്തോഷത്തോടെ ഓർക്കുന്നു. ആ അവസരങ്ങളിലൊക്കെയും വളരെ സന്തോഷം അനുഭവിക്കാനും എല്ലാവരെയും പരിചയപ്പെടുവാനും ഒക്കെ ആയിട്ട് ഇടയായി തീർന്നു. കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ എൻ്റെ അമ്മയും ഒക്കെ ഉണ്ടായിരുന്നു, എൻ്റെ ഭാര്യയും പങ്കെടുത്തിട്ടുണ്ട്. എന്നാൽ ഇന്ന് ചില പ്രത്യേക കാരണങ്ങളാൽ സ്കൂൾ ടൈമൊക്കെ ആയതുകൊണ്ട് എനിക്ക് ഒറ്റയ്ക്ക് മാത്രമേ പങ്കെടുക്കാൻ കഴിയുന്നുള്ളൂ. എങ്കിലും സന്തോഷമുണ്ട്. പുതിയ ആൾക്കാരെയും പരിചയപ്പെടാൻ ഇടയായി തീർന്ന് സന്തോഷമുണ്ട്. എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ഭാവിയിലും ഇങ്ങനെയുള്ള മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കുകയും ഒരുമിച്ച് കൂടുകയും എല്ലാവർക്കും സന്തോഷം അനുഭവിക്കുകയും ചെയ്യുന്ന ഏറ്റവും നല്ലതായിരിക്കുന്ന കാര്യമാണ്. പരിവനായ ദൈവം സഹായിച്ചതിനായി ആദ്യമായി ദൈവത്തിന് സ്തോത്രം സ്തുതി അർപ്പിക്കുന്നു. പല ഭവനങ്ങളിലായിരുന്നു നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ ഒന്നിച്ച് യാത്ര ചെയ്യുവാൻ തക്കോണം ദൈവം ഒരു ക്രമീകരണം നടത്തി തന്നതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്തു. പലരും അഭിപ്രായപ്പെട്ടതുപോലെ ഇത് വെക്കേഷൻ സമയമായിരുന്നെങ്കിൽ ചിലർ കൂടി കടന്നു വരാൻ കഴിയുമായിരുന്നു. വീട്ടിലെ മൂത്ത മകള് അവര് ഡിസംബറിലാണ് നാട്ടിലിരുന്നത്. അവർ ബാംഗ്ലൂരിലാണ്. കുഞ്ഞുങ്ങളുടെ അവധി അനുസരിച്ച് അവർ കടന്നു വരുന്നത്. കഴിഞ്ഞ മാസം അവർ വന്നിട്ട് കടന്നുപോയി. അപ്പോൾ പറഞ്ഞു, ഞങ്ങൾ നാട്ടിലുള്ളപ്പോഴായിരുന്നെങ്കിൽ ഞങ്ങൾ കൂടെ എല്ലാവരും ഒന്ന് കാണുവാനൊക്കെയുള്ള സൗകര്യം ഉണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പം അവർക്ക് സാധിച്ചില്ല. ഒരു അവധി ദിവസമാണെങ്കിൽ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇതിലും അധികം കുഞ്ഞുങ്ങൾക്കൊക്കെ കടന്നു വരുവാൻ സാധിക്കും. അച്ചായനും വളരെ ആഗ്രഹിച്ചതാണ്. എന്നാൽ കഴിഞ്ഞ മാസത്തെ മീറ്റിങ്ങിലും പോകാൻ സാധിച്ചില്ല. അതിൻ്റെതായ ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നും മീറ്റിംഗ് ക്രമീകരിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, നീയും ശരിയും കുഞ്ഞുങ്ങളോട് പോകാൻ പറഞ്ഞു. കുഞ്ഞുങ്ങൾക്ക് രണ്ടിന്ന് ക്ലാസ് ഉള്ളതാണ്. അവർ ക്ലാസ്സിന് പോകാതെ ഞാൻ അവരെ പിടിച്ചു നിർത്തിയതാണ്. അമ്മച്ചിയുടെ ആൾക്കാരെയൊക്കെ ഒന്ന് കാണാമെന്ന് പറഞ്ഞ് അവരെ കൂട്ടിക്കൊണ്ട് വന്നതാ. ശരിമോൾക്ക് അവധി കിട്ടിയില്ല. അപ്പം ഇങ്ങനെ നമുക്ക് ഒരുമിച്ച് ഒരു ആത്മീയ സന്തോഷം അനുഭവിക്കാൻ തക്കണം ദൈവം ഇടയാക്കുന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു.
once or twice in a month they call me to Delhi. നമ്മുടെ കുടുംബയോഗം അല്ലെങ്കിൽ നമ്മുടെ കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ പുതുക്കണം. നമ്മുടെ ഇപ്പൊ ഞാൻ പറയും, നമ്മുടെ ഈ ചില നമ്മുടെ പാണ്ടനാട്ട് എന്ന് പറയുന്ന കുടുംബത്തിൽ നിന്ന് ആരും ഇവിടെ വന്നിട്ടില്ല. പിന്നെ വാക്കയില് നമ്മുടെ കുളനടയിൽ നിന്ന് ഇവിടെ ആരും വന്നിട്ടില്ല. പിന്നെ ചിലർക്ക് പിന്നെ വരാൻ പറ്റാഞ്ഞതുകൊണ്ട് അങ്ങനെ ചിലരൊന്നും ഇതിനകത്ത് സഹകരിക്കുന്നേ ഇല്ല. അവര് വെളിയിലുള്ളവരല്ല, നാട്ടിലുള്ളവർ. അപ്പൊ അത് ഈ എൻ്റെ ഈ ശബ്ദം ശ്രവിക്കുന്നവരെ അതൊന്ന് കണക്കിലെടുത്ത് ഇത് ഭീഷണിയോ അല്ലെങ്കിൽ ഇത് മറ്റൊന്ന് ഏതെങ്കിലും രീതിയിലുള്ള കാര്യമല്ല. കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ അവരെ ഉത്ബോധിപ്പിക്കുകയാണ്. ഒന്നിച്ച് ആയിരിക്കാനും സഹകരിക്കാനും ഒന്നിച്ച് കാര്യങ്ങൾ അറിയുവാനും നമ്മൾ കുടുംബങ്ങൾ തമ്മിൽ സഹകരിക്കാനും ഒക്കെ ദൈവം സഹായിക്കട്ടെ. അത് തീർച്ചയായിട്ടും ഈ കുടുംബയോഗം അതിനൊരു നിദാനമാണ്. നിങ്ങളെല്ലാവരും സഹകരിച്ചവരും ഇനി സഹകരിക്കാനുള്ളവരും ഒന്നിച്ചായിരിക്കാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുകയാണ്. ദൈവം എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കും. My name is Jeremy. I'm 17 years old. I recently completed my +2 few months ago. Now I'm enjoying my vacation, and this coming September my college will open. I'm pursuing my career in BTech cybersecurity, and in Bangalore. The college is called Reva University. I am born and brought up in Kuwait. I came to Bangalore to do my +1 and +2, and now degree, BTech. My parents are all well, all fine, and this is my grandmother, Rachel George. I'm her grandson. And, yeah. So you have two brothers? Yeah, I have two brothers. One is in Bangalore doing BBA, is final year. My little brother, he's in 10th standard. He's in Kuwait. He's doing his 10th right now. So I'm traveling on 19th. I will be traveling on June 19th. June 19th? Yes. 1 month. Kuwait. Okay. Give all a round of applause to Jeremy. ഇപ്പോൾ 12th കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. എൻ്റെ പേര് ആൻ. ഞാൻ 12th കംപ്ലീറ്റ് ചെയ്തു. വലിയ ആനന്ദ ചെറിയ ആനന്ദ ചെറിയ ആൻഡ് വലിയ വേർഷൻ ഓഫ് ആൻഡ് 12th കംപ്ലീറ്റ് ചെയ്തു. ഞാൻ റോസമ്മയുടെ കൊച്ചുമോളാണ്. എനിക്കൊരു ബ്രദറുണ്ട്. ആഷർ. Akshay speak for himself. എൻ്റെ മമ്മിയുടെ പേര് ഷിജു. പപ്പയുടെ പേര് സെലിബ്രിറ്റി അപ്പച്ചൻ്റെ പേര് കുഞ്ഞപ്പ എന്ന് വിളിക്കും. പിയർ ഷാമിൽ. എൻ്റെ പേര് ആഷ്. ഞാനിപ്പം കൊട്ടാരക്കര കാർമലില് 8th കംപ്ലീറ്റ് 7th കംപ്ലീറ്റ് ചെയ്തിട്ട് 8th ഇതെൻ്റെ ചേച്ചിയാണ് ആദ്യം പറഞ്ഞത്. Something, your hobbies, what you love to do. Say. Come on, Game കളിക്കാൻ. Game കളിക്കാൻ ഇഷ്ടം. Okay. I'm a basketball player. Something which I love. 3 times nationals. I mean. I tell that people. Okay. Finish up. Now it is Ida's turn. Okay. Yeah, celebrity of it. Yeah, come. ഐഡ ബേബി കം. എൻ്റെ പേര് ഐഡ. ബൈക്കിൽ അത്രേ ഉള്ളൂ, ബാക്കിയുടെ പോലെ. എനർജി അവിടെ ഐസ്ക്രീം ഹലോ. ഹലോ. എൻ്റെ പേര് ഐഡ. ഞാൻ 10th കഴിഞ്ഞു. കുട്ടശ്രീനകത്ത്
എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നും നന്ദി ചൊല്ലുന്നു ഞാൻ. ഹരിക്കാത്ത നന്മകളും എനിക്കേകിലും ദയാനിധി. ഹരിക്കാത്ത നന്മകളും എനിക്കേകിലും ദയാനിധി. യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോനെ സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോനെ സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ. എനിക്കായി ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. പോകുന്ന സ്ഥലം നോക്കിയാൽ മതി, വെള്ളം നോക്കണ്ട. പോകുന്ന സ്ഥലം നോക്കിയാൽ മതി. അതെ, വെള്ളം നോക്കണ്ട. അതെ. മൊബൈലൊക്കെ ഉണ്ടെങ്കിൽ റജ, അടുത്ത വള്ളം നമുക്കാണോ? രണ്ട് പിള്ളേർക്ക് സെപ്പറേറ്റ്ലി കിട്ടുന്ന ഏത് പാർഷ്യാലിറ്റിയാണ്? അവന്റെ ഗൈഡാന്ന് ആ പിള്ളേരുടെ ഗൈഡാന്ന് തോന്നി ഇപ്പുറത്തൂടെ പോകുന്ന ആള്. പിന്നെ എന്തേലും അത് മറിയുവോ അത് പോകാതെ വരുവോ സ്റ്റക്ക് ആവുമോ എന്ന് ചെയ്യുവാൻ അവർക്ക് ഹെൽപ്പ് വേണ്ടേ? റാഫ്റ്റിംഗ് അതാണ് അങ്ങനെ. കയാക്കിംഗ് എന്നല്ലേ പറഞ്ഞു? റാഫ്റ്റ് എന്ന് പറഞ്ഞാലേ ഇങ്ങനെ കുറെ ഇത് കെട്ടിയിട്ട് ചങ്ങാടം അല്ലേ? സന്തോഷം ചങ്ങാടം ഇങ്ങനെ കുറെ തടി കെട്ടിയിട്ട്. ഈ ആറിന്റെ പേരെന്താ പറഞ്ഞു? ഇതാണ് ഒളിമ്പിക്സിലുണ്ട്. അതുകൊണ്ട് അവർ അങ്ങോട്ട് നമ്മുടെ ആൾക്കാർ അതുകൊണ്ട് അതെ അതെ അതെ. അങ്ങോട്ട് എങ്ങനെയാ ചെയ്യുന്നത് ആൻറ്റി? ബട്ടൺ ഇല്ലേ? 1 minute, let me look back, all of you guys. രജി അങ്കിളെ ഇങ്ങോട്ട് നോക്കാമോ? രജി അങ്കിളെ ഹായ് പറഞ്ഞേ. ആനെ ആനായെ I'll take it for like 1 minute like that. Okay. അതിന്റെ പേര് അങ്ങനെ പറഞ്ഞിട്ട് അത് മോഹന്റെ പേരിട്ടാണോ? ഓ, ഐഡാസ് കഡറിന്റെ പേര്. സ്ഥലത്തിന്റെ പേരെന്താ? നടുക്കണ്ടത്തിൽ